നമസ്കാരം ടീച്ചർമാരെ. എല്ലാ വർഷവും നമ്മൾ പോഷൻ പക്വട എന്ന് പറഞ്ഞ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാറുണ്ട്. കഴിഞ്ഞ കൊല്ലം നടത്തിയിരുന്നു. ഏതാണ്ട് ഏപ്രിൽ മാസത്തിൽ തന്നെയാണ് നമ്മൾ കണ്ടക്ട് ചെയ്യാറ്. ഒരു 15 ദിവസം അതിനായിട്ട് നമ്മൾ മാറ്റി വയ്ക്കാറുണ്ട്. അപ്പോൾ ഈ വട്ടത്തെ പോഷൻ പക്വടയുടെ കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, മുമ്പ് കുറേ വട്ടം പറഞ്ഞ കാര്യമാണ്. പോഷൻ അഭിയാൻ 2.0 പ്രകാരം പോഷൻ അഭിയാൻ പദ്ധതി കേരളത്തിൽ മൊത്തം നടപ്പിലാക്കി വരുന്നുണ്ട്. മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് വനിതകൾ, കൗമാരപ്രായക്കാർ, ശിശുക്കൾ, അതായത് PMI, LMS 0 to 6, 6 to 3 to 6, അഡോളസെൻ്റ് കിഡ്സ്, അവരെയാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അവരിലെ പോഷകാഹാരക്കുറവ് പരിഹരിക്കുക എന്നാണ് ഈ പദ്ധതിയുടെ മെയിനായിട്ടുള്ള ലക്ഷ്യം തന്നെ. പല വകുപ്പുകളും പൂർണ്ണമായി സംയോജിച്ചുകൊണ്ടാണ് മികച്ച പോഷണം ശ്രദ്ധിക്കേണ്ട 5 പ്രവർത്തനങ്ങളുടെ കാര്യങ്ങളാണ് ഇതിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതിൽ വരുന്ന ആദ്യത്തെ 1000 ദിവസങ്ങളിലെ പ്രാധാന്യം, പോഷകാഹാരം, വിളർച്ച തടയൽ, വയറിളക്ക നിയന്ത്രണം, ശുചിത്വവും ശുചിത്വ ശീലങ്ങളും എന്നിവയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം വളർത്തുക. ഈ കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഇതെല്ലാം വരുന്ന ആദ്യം പറഞ്ഞ പോലെ കൗമാരക്കാരായ പെൺകുട്ടികളും ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാർ, 6 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾ, ഇവരിലെ വളർച്ച, ന്യൂനപോഷണം തടയുന്നതിനായി ആരോഗ്യ പോഷണ ബോധവൽക്കരണം നടത്താറുണ്ട്. അതാണ് ഇതിൽ മെയിൻ ഫോക്കസ്. അതിനോടനുബന്ധിച്ച് നമ്മൾ ഇത്തവണ പോഷൻ പക്വട എന്ന് പറഞ്ഞ പ്രോഗ്രാം നടത്തുന്നത്. ഓരോ കൊല്ലം നമ്മൾ പോഷൻ പക്വട എന്ന് പറഞ്ഞത് ഒരു 15 ദിവസം ആയിട്ട് കണ്ടക്ട് ചെയ്യാറുണ്ട്. ഈ വട്ടം അത് നടത്തുന്നുണ്ട് ഒരു 15 ദിവസം. ഈ വട്ടം പോഷൻ പക്വട കണ്ടക്ട് ചെയ്യുന്നത് ഏപ്രിൽ 8 തൊട്ട് ഏപ്രിൽ 22 വരെയുള്ള ഈ 15 ദിവസത്തിലാണ്. അപ്പോൾ ഏപ്രിൽ 8 തീയതി ഉദ്ഘാടനം ചെയ്ത് ബാക്കി പോഷൻ സംബന്ധമായ കാര്യങ്ങളും ഒക്കെ വെച്ച് നമ്മൾ പോഷൻ പക്വട കറക്റ്റായിട്ട് കണ്ടക്ട് ചെയ്യണം. അതിനോടനുബന്ധിച്ച് എന്തൊക്കെ നടത്തുന്നത്, നമ്മൾ ഓരോ ദിവസം എന്തൊക്കെ ചെയ്യേണ്ടതെന്നൊക്കെ പറയാം. ഈ ഓരോ വട്ടം നമ്മളൊരു തീം കൊടുക്കാറുണ്ട്. ഈ വർഷത്തെ പോഷൻ പക്വട ആഘോഷിക്കേണ്ടത് അതിൻ്റെ തീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ 1000 ദിവസങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ്. അതിനോടനുബന്ധിച്ച് വേറെ കുറച്ച് കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പോഷൻ ട്രാക്കറിലെ ഗുണഭോക്തൃ മൊഡ്യൂളുകൾ ജനകീയമാക്കുക, അതേപോലെ CMAM മൊഡ്യൂൾ ഉപയോഗിച്ച് പോഷകാഹാരക്കുറവ് കൈകാര്യം ചെയ്യുക, ആരോഗ്യപരമായ ജീവിതശൈലികൾ കുട്ടികളുടെ അമിതവണ്ണം പരിഹരിക്കുക. ഈ കാര്യങ്ങളൊക്കെ മെയിനായിട്ട് നമ്മൾ ഈ വട്ടത്തെ പോഷൻ പക്വടയുടെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതിനോടനുബന്ധിച്ചുള്ള പരിപാടികളാണ് ചെയ്യുന്നത്. മെയിനായിട്ട് ഇങ്ങനെ ഓരോ പ്രോഗ്രാം നടത്തുന്നത് പോഷക സംബന്ധമായ കുറവുകൾ കുറയ്ക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് പ്രകാരം എല്ലാവരും നന്നായിട്ട് പോഷൻ പക്വട പരിപാടികൾ കണ്ടക്ട് ചെയ്യും. നമുക്കതെങ്ങനെ ജനന്തോൾ ഡാഷ്ബോർഡിൽ എൻ്റർ ചെയ്യാമെന്ന് നോക്കാം. അതെല്ലാവരും ചെയ്യണം. ജസ്റ്റ് ഗൂഗിൾ ക്രോമിൽ പോവുക. ഗൂഗിൾ ക്രോമിൽ പോയിട്ട് ജസ്റ്റ് സെർച്ച് ചെയ്യുക. പോഷൻ അഭിയാൻ എന്ന് സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ സൈറ്റിൽ കയറാൻ പറ്റും. ജസ്റ്റ് പോഷൻ അഭിയാൻ എന്ന് സെർച്ച് ചെയ്തതിന് നിങ്ങൾ മുമ്പ് ചെയ്ത് തന്നെയാണ്, നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ്. ഓൾറെഡി പലരും ലോഗിനായിട്ട് കിടക്കുന്നുണ്ടാവും. ലോഗിനായി കിടക്കുന്നുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും ചെയ്യേണ്ട. ജസ്റ്റ് ഇവിടെ മീതത്തെ ആ സൈഡ് എടുത്തത് കണ്ടോ, അവിടെ അമർത്ത് ഡാറ്റ എൻട്രി വരും. ഡാറ്റ എൻട്രിയിൽ അമർത്തുക, യൂസർ നെയിമും പാസ്വേഡും അടിച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ലോഗിൻ ചെയ്ത് അങ്ങനെ കാണാം. അത് അമർത്തി കൊടുത്താൽ മാത്രം മതി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതല്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ MOW&CD ഹൈഫൺ കറക്റ്റ് നോക്കണം. MOW&CD ഹൈഫൺ പിന്നെ നിങ്ങളുടെ കോഡ് നമ്മൾ ഓൾറെഡി അയച്ചു തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ആ കോഡും അടിക്കുക. അത് തന്നെയാണ് പാസ്വേഡും. അതും അടിച്ചിട്ട് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യാവുന്നതാണ്. ഇത് ഓൾറെഡി പലരും സേവായി കിടക്കുന്നുണ്ട്. വേറെ ഒന്നും ചെയ്യേണ്ട. ലോഗിൻ അടിച്ചാൽ മാത്രം മതി. അത് കൊടുത്താൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ലോഗിൻ ആയിക്കോളും. ലോഗിൻ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ജനന്തോൾ ഡാഷ്ബോർഡ് ഇവിടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങളാണ്. അവിടെ നമ്മൾ ഇന്ന് ഇനോഗ്രേഷനാണ്. അപ്പോൾ ആദ്യം നമുക്ക് മെയിനായിട്ട് പറഞ്ഞാൽ ഫോക്കസ് ഓൺ ഫസ്റ്റ് 1000 days ആണ്. അപ്പോൾ അത് സെലക്ട് ചെയ്യുക തീമായിട്ട്. അതിനുശേഷം ഓർഗനൈസർ ഉണ്ടാവും. അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ടുള്ളതാണ്. പിന്നെ ലെവൽ കുറേ വട്ടം നിങ്ങൾ ചെയ്ത കാര്യങ്ങളാണ് ഒന്നുകൂടി പറയുന്നത് മാത്രം. ലെവൽ അംഗൻവാടി സെൻറ്റർ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ ഏതാണോ സെൻറ്റർ, ആ സെൻറ്റർ തെറ്റാതെ കറക്റ്റായിട്ട് സെലക്ട് ചെയ്യുക. നമ്മുടെ ഇന്ന് പോഷൻ പക്വട ഉദ്ഘാടനമാണ്. അതായത് 8 തീയതി തുടങ്ങും. അപ്പോൾ 8 തീയതി ഉദ്ഘാടനം നടത്തുക. നമ്മൾ ഇപ്പോൾ ആക്ടിവിറ്റി സെലക്ട് ചെയ്യുക. നമ്മൾ മെയിൻലി കുറേ പേര് ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ ഇപ്പോൾ ആക്ടിവിറ്റി കൊടുക്കേണ്ടത് കമ്മ്യൂണിറ്റി മീറ്റിംഗ് വിത്ത് PMLMs ആൻഡ് കെയർ ഗിവേഴ്സ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ന്യൂട്രീഷൻ ഡ്യൂറിങ് ദി ഫസ്റ്റ് 1000 days. അത് കൊടുത്താൽ മതി. അത് കൊടുത്തതിന് അതവിടെ നമ്മൾ സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ സെലക്ട് ചെയ്തതിന് അവിടെ വരും. അവിടെ വന്നു. ഇനി ഫ്രം ഡേറ്റും ടു ഡേറ്റും നമ്മളിപ്പോൾ 8 തീയതിയാണ് നമ്മൾ ഇനോഗ്രേഷൻ. അപ്പോൾ 8 തീയതി സെലക്ട് ചെയ്യുന്നത്തെ ദിവസം 8 തീയതി സെലക്ട് ചെയ്യുക. ടു ഡേറ്റ് 8 തീയതി സെലക്ട് ചെയ്യുക. അതേപോലെ പാർട്ടിസിപ്പേഷൻ ഡീറ്റെയിൽസ്, അത് അഡൽട്ട്, മെയിൽ, ഫീമെയിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അഡൽട്ടിൽ എത്ര പുരുഷന്മാർ പങ്കെടുത്തു, അതേപോലെ എത്ര സ്ത്രീകൾ പങ്കെടുത്തു, ആ എണ്ണം കറക്റ്റായി കൊടുക്കുക. അതേപോലെ തന്നെ താഴെ അഡോളസെൻ്റ് കുട്ടികളുടെയാണ്. അതിൽ എത്ര ആൺകുട്ടികൾ പങ്കെടുത്തു, എത്ര പെൺകുട്ടികൾ പങ്കെടുത്തു എന്ന് കറക്റ്റായിട്ട് എണ്ണം രേഖപ്പെടുത്തുക. നമ്മളിപ്പോൾ ഞാൻ മാറിയിട്ട് രണ്ടും തെറ്റായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി അടിച്ചു വെച്ചാൽ അത് ബാക്ക് സ്പേസ് ചെയ്തിട്ട് കറക്റ്റായിട്ട് അടിച്ചാൽ മതി. ഇപ്പോൾ തെറ്റായിട്ടാണ് ആദ്യം അടിച്ചത്. അപ്പോൾ കറക്റ്റായിട്ട് അടിക്കാവുന്നതാണ്. അപ്പോൾ എത്രയാണോ സബ്മിറ്റ് ചെയ്യുന്നതിന്
നമ്മൾ കറക്റ്റ് എത്ര പുരുഷന്മാർ പങ്കെടുത്തു, എത്ര സ്ത്രീകൾ പങ്കെടുത്തു, എത്ര ആൺകുട്ടികൾ, എത്ര പെൺകുട്ടികൾ, ആ എണ്ണൊക്കെ കറക്റ്റായിട്ട് രേഖപ്പെടുത്തുക. അതേപോലെ ബ്ലാങ്ക് ആയിട്ട് വിടരുത്. ഇപ്പോൾ അഡോളസൻ ഗേൾസ് ആരും പങ്കെടുത്തിട്ടില്ലെങ്കിൽ അവിടെ അഡോളസൻ ഗേൾസ് ബ്ലാങ്ക് ആയി വിടരുത്, സീറോ എൻ്റർ ചെയ്ത് വിടുക. അങ്ങനെയാണ്, അല്ലെങ്കിൽ സബ്മിറ്റ് ആവില്ല. അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കണം. ഇതൊക്കെ നിങ്ങൾക്ക് മുമ്പ് ഓൾറെഡി പറഞ്ഞതാണ്. പിന്നെ ഇവിടെ അപ്ലോഡ് ഫയലാണ്, ഇമേജ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ ബ്രോസ് ഫയൽ തൊട്ടിട്ട് നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ ഇതുണ്ടാവും, അത് ജസ്റ്റ് സെലക്ട് ചെയ്ത് അറ്റാച്ച് ചെയ്യുക. ഒരു കാര്യം ശ്രദ്ധിക്കണം, 2 MB കുറവായിരിക്കണം. അത് നമ്മൾ എങ്ങനെ കുറയ്ക്കാമെന്നൊക്കെ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എടുത്ത ഫോട്ടോ വാട്സപ്പിൽ ജസ്റ്റ് സെൻഡ് ചെയ്ത് സേവ് ചെയ്താൽ തന്നെ സൈസ് പറഞ്ഞോളൂ. പിന്നെ ഇവിടെ അതിന് ശേഷം ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മൾ പോർഷൻ പക്വയുടെ ഇനോഗ്രേഷൻ നിങ്ങളുടെ സെൻറ്റർ നമ്പറും കൊടുക്കുക. അത് നമ്മൾ ചില സമയത്ത് നമ്മൾ ഇങ്ങനെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ചില സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഹൈഫണോ അങ്ങനെ ചില കാര്യങ്ങൾ വെച്ച് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് സബ്മിറ്റ് ആവില്ല. അപ്പോൾ അതൊന്നും വേണ്ട. ഡോട്ടോ കോമയൊന്നും കുഴപ്പമില്ല, അതല്ലാതെ വെറും ലെറ്റേഴ്സും കുഴപ്പമില്ല, നമ്പേഴ്സും കുഴപ്പമില്ല. അങ്ങനെ കറക്റ്റായി കൊടുക്കുക. ഇത്രയും കറക്റ്റായിട്ട് അതേ പോർഷൻ പക്വയുടെ ഇനോഗ്രേഷൻ അംഗൻവാടി സെൻറ്റർ നമ്പർ, നിങ്ങളുടെ സെൻറ്റർ നമ്പറും കൂടി കറക്റ്റായി കൊടുക്കുക. അപ്പോൾ ഡീറ്റെയിൽസ് നോക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് കിട്ടിക്കോളും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അത്രയും കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട ഈ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് സബ്മിറ്റ് ചെയ്ത്. ഇപ്പോൾ ഫസ്റ്റ് ദിവസത്തെ പ്രോഗ്രാമാണ്. ഇതുപോലെ ഓരോന്നും ചെയ്യണം. സബ്മിറ്റ് അമർത്തുക. സബ്മിറ്റ് ആയിക്കഴിഞ്ഞാൽ റൗണ്ട് ചെയ്തിട്ട് വേറെ എററൊന്നും ഇല്ല, അല്ലെങ്കിൽ മെസ്സേജ് വരും സക്സസ്ഫുള്ളി സബ്മിറ്റ്. അപ്പോൾ നിങ്ങളുടെ എൻട്രി കറക്റ്റായി സബ്മിറ്റ് ആയിട്ടുണ്ട്. ഇതേപോലെ ഓരോ ദിവസത്തെയും വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഉപയോഗപ്രദമായെന്ന് വിചാരിക്കുന്നു. താങ്ക്